അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് കർക്കിടക 1 അപ്പൊ രാവിലെ തന്നെ പുറത്തേക്ക് എണീച്ച് നോക്കുമ്പോൾ നല്ല മഴയായിട്ട് പുറത്ത്. സൂര്യ രാവിലെ നേരത്തെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പാലക്കാട് ഓഫീസിൽ ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞു. ചായ കുടിച്ചു, ഡ്രസ്സ് മാറ്റി, പിന്നെ കുറച്ച് മേക്കപ്പ് ഇട്ടുട്ടോ. മേക്കപ്പ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, കുറച്ച് സൺസ്ക്രീൻ തേക്ക്, അതന്നെ മേക്കപ്പ്. സൂര്യ മുക്കുറ്റി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുരൊക്കെ തൊട്ട് ചുള്ളപ്പന കണ്ടിട്ട് പിന്നെ അതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് നേരെ തേജുവിന്റെ അടുത്ത് കേട്ട പോയി. തേജുവിന് ക്ലാസ് ഇല്ല, അപ്പൊ തേജു ഉറങ്ങുകയാണ്. ഞാൻ തേജുവിന് സ്ഥിരം കൊടുക്കാനുള്ള ഒരു ഉമ്മയും കൊടുത്തിട്ടുണ്ട്. സൂര്യ പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പഴം ഉണ്ടായിരുന്നു. ഇന്ന് 1-ാം തീയതി അല്ല, അപ്പൊ അതിന്റെ സ്പെഷ്യൽ പൂജ നെയ്തിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രസാദം കേട്ടോ. നല്ല മഴയുണ്ട്, ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഓഫീസിലെത്തുമ്പോഴേക്കും കോട്ട് ഇട്ടാലും അതുകൊണ്ട് തന്നെ ഇന്ന് കാർ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ പൂമുഖ പതിക്കൽ സ്നേഹം എടുത്തും ബാല്യം എന്ന് പറഞ്ഞ പോലെ പൂമുഖ പഠിക്കൽ സൂര്യ അവിടെ നിന്നിട്ട് ടാറ്റ തരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയത്ത് നമ്മുടെ കുളം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ചെറുക്കൽ അമ്പലത്തിലെ കുളമാണ്. അങ്ങനെ പള്ളത്തിൽ ഇപ്പൊ 4-5 പിള്ളേർ വണ്ടിയിൽ കയറിണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോണ വഴിയാണ്. പിന്നെ അവരോട് ചോദിച്ചിട്ടാണ് ടൈം വീഡിയോ എടുത്ത്. ഞാൻ പിന്നെ അത് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമില്ല കേട്ടോ. ബൈക്കിൽ പോകണമെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകാറുണ്ട് ഞാൻ. പിന്നെ പിള്ളേർ ഈ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകണ്ടല്ലോ, അപ്പൊ അവർക്കൊരു ഹെൽപ്പിംഗ് ആവുമല്ലോ, അതുകൊണ്ട് മാത്രം കയറ്റിയതാട്ടോ. എന്തായാലും അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ടാറ്റ കാണിച്ചിട്ടാണ് അവർ പോയത്. മംഗലത്തിൽ ഇപ്പൊ സുധിന് സരീഷ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സരീഷ് കയറി, സുധിന് ലീവാണ്. അപ്പൊ സുധിന് ഒരു പ്ലെയിൻ കേസും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പാലക്കാട് പിന്നെ ഭരതരനും ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ 3 കൂടിയിട്ട് വർക്ക് സംബന്ധമായിട്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് കോടതിക്ക് പോകേണ്ടി വന്നു. 3 പിള്ളേർ അവിടെ കളറിംഗ് ബുക്കൊക്കെ വെക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാനായിരുന്നു ഒരെണ്ണം വാങ്ങിട്ടോ. അപ്പൊ ബുക്ക് വിറ്റ് പോയ അവര് ഹാപ്പി, ബുക്ക് കിട്ടിയ തേജുനും ഹാപ്പി. ഞങ്ങൾ ഓഫീസിലെത്തി. ഓഫീസിൽ പിന്നെ ഫുഡ് കഴിക്കി ഇറങ്ങിയിട്ട് ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ ബോസ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോസിന്റെ പകരം ഒന്ന് ഫുഡ് കിട്ടാം. ഞങ്ങൾ നേരെ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അഭിലാഷും സരീഷും വിവേകും പാടെ ബിരിയാണി അടിക്കുന്നുണ്ട്, മറ്റൊരു ചോറ് അടിക്കും. ഫുഡ് കഴിക്കി കഴിഞ്ഞ പൈസ കണ്ടപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് കഴിക്കാൻ. അപ്പൊ വേറെ ഒന്നും നോക്കില്ല, 3 ഐസ് വാങ്ങിയിട്ട് ഞാൻ അഭിലാഷും സരീഷും പാടെ കടറ മുന്നിൽ നിന്നിട്ടാണ് കഴിച്ചു. പിന്നെ അവിടുത്തെ പാർക്കിങ്ങിൽ നിന്നിട്ട് 2-3 ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടോ. പിന്നെ വണ്ടിക്ക് വിഷമം വെച്ചിട്ട് 2 വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഈവനിങ് എടുത്താണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇത് മംഗലൊക്കെ എത്രേന്റെ മുന്നുള്ള ഒരു കടയാണ്. അപ്പൊ അവിടുത്തെ പാടും ആ കടയും നല്ല വൈബാണ് മൊത്തത്തില്. അവിടുത്തെ ആ വൈബാണ് ആസ്വദിച്ചിട്ട് 2 മുട്ട ബജിയും പിന്നെ വിത്തോട്ട് ഓർലിക്സായിട്ട് പഠിച്ചുട്ടാ. അവിടുന്ന് ഞാൻ സരീഷിനെ ഇറക്കിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ തേജിന് ഒരു അലർജിയുടെ മരുന്നും വാങ്ങിയിട്ടാ. അവിടുന്ന് വരുന്ന വഴിയിൽ ആറങ്ങോട്ടെത്തിയപ്പോ കുറച്ച് സോയാബീനും നല്ലെണ്ണയും സൂര്യ വാങ്ങാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അതും വാങ്ങി നേരെ വീട്ടിലേക്ക് ഇട്ടാ. വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം 9 മണി 9:00 ആയിരിക്കും. വീട്ടിലെത്തിയ വഴിക്ക് സൂര്യ ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട്. വീടിനുള്ളിൽ എത്തിയപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന തേജുവിനെ കണ്ടത്. അത് വേറെ ഒന്നല്ലാട്ട് ചിരിച്ചു. എന്റെ കയ്യിലുള്ള പൊതിയും കാത്തിരിക്കാവട്ടോ ആശാൻ. സ്കൂളിൽ തേജുവിന് ഡ്രോയിങ്ങും കളറിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണേ. അതിൽ കളറിംഗിന് സെക്കൻഡ് ഇട്ട ആൾക്ക്. പിള്ളേർക്ക് എന്താ ഇൻട്രസ്റ്റ് ഉള്ള അതാണ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. തേജു ബുക്ക് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി ആയി. അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കളറിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. സൂര്യ പിന്നെ അത് കാണാനുള്ള തൊരയിൽ പിച്ച് മാന്തി നോക്കണ്ടിട്ടാ. പിന്നെ ഞാൻ തേജുവിനോട് പറഞ്ഞിട്ടോ, ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോലും അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ആളോട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് പറ്റാത്തൊന്നുമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോരോ ക്രൈസ് ആവുമല്ലോ. അപ്പൊ തേജുവിന് കളറിംഗിലെ ക്രൈസ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അതിനുള്ളിൽ തന്നെ കുറെ ബുക്കുകളുണ്ടേ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയൊക്കെ ഒന്ന് പരതി നോക്കണം. തേജുവിന് പിന്നെ പനി കുറഞ്ഞിട്ട് തന്നെ ആള് കുറച്ച് ബെറ്റർ ആയിണ്ടേ. അല്ലെങ്കിൽ ആള് വാടിക്കെടുക്കായിരുന്നു. ഒന്ന് ആക്റ്റീവ് ആയിട്ട് ആള്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളുടെ കൂടി പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അത്. എന്തായാലും തേജു ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. രാവിലത്തെ അങ്ങോട്ട് കൊടുത്ത ഉമ്മ തിരിച്ചിപ്പ് കിട്ടിയിട്ടാ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.